ഹലോ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് എങ്ങനെയാണ് പനീർ ബട്ടർ മസാല ഉണ്ടാക്കിയെടുക്കുന്നതെന്നാണ്. ഇത് ആദ്യമൊന്നും ഞാനിത് ഉണ്ടാക്കില്ലായിരുന്നു. ഭയങ്കര പാടാണ് ഉണ്ടാക്കാൻ, ഒരുപാട് സമയമെടുക്കും എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ ഒന്ന് രണ്ട് പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇതിപ്പോൾ ഒരു ഗോ ടു ഡിഷായി മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ബട്ടറും കുറച്ച് ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിലും യൂസ് ചെയ്യാം. ഞാനിവിടെ റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യാറില്ല, അതുകൊണ്ട് ഞാൻ മൊത്തം ബട്ടറിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ബട്ടർ മെൽറ്റ് ആയതിനു ശേഷം അതിലേക്ക് 5 ഗ്രാമ്പും 3 ഏലക്കയും ഇട്ട് കൊടുത്ത് ഒരു 30 to 35 സെക്കൻഡ്സ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അതിനകത്ത് നിന്ന് നല്ലൊരു മണം വരുന്നത് വരെ വേണം സോട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് 2 സവാള റഫ്ലി ചോപ്ഡാണ്, കാരണം ഇത് നമ്മൾ പേസ്റ്റ് ആക്കാനുള്ളതാണ് കുക്കായി കഴിഞ്ഞിട്ട്. അത് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊരു കുറച്ച് നേരം ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് 3 അല്ലി വെളുത്തുള്ളി, ഞാനിവിടെ 3 അല്ലി വെളുത്തുള്ളി നടുവേ മുറിച്ചാണ് എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ഒരു ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത്, സവാള ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആകണ്ട, ജസ്റ്റ് ഒന്നൊരു ട്രാൻസ്ലൂസൻറ്റ് പരുവാകുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. സവാളയെല്ലാം ഇപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 4 വലിയ തക്കാളി റഫായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് അടച്ച് വെച്ച് 5 to 7 മിനിറ്റ്സ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. തക്കാളിയെല്ലാം നന്നായി വെന്ത് ഉടയുന്നത് വരെ വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ തക്കാളിയെല്ലാം നന്നായി വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. തണുത്ത് കഴിഞ്ഞിട്ട് ഒരു മിക്സിയുടെ ജാറിനകത്ത് ഈ മിക്സ്ചർ ഇട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇത് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. വേറൊരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് വീണ്ടും 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സാധാ ഓയിൽ ആഡ് ചെയ്യണമെങ്കിൽ ഓയിലും ആഡ് ചെയ്യാം കേട്ടോ. ബട്ടർ മെൽറ്റായതിന് ശേഷം നമുക്കതിലേക്ക് 1.5 ടീസ്പൂൺ ക്യൂമിൻ സീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ക്യൂമിൻ സീഡ്സ് ആഡ് ചെയ്യണമെങ്കിൽ പിന്നെ നമ്മളിതിനകത്ത് പൊടികൾ ആഡ് ചെയ്യുമ്പോൾ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്താലും മതി. എൻ്റെ കയ്യിൽ ജീരകത്തിൻ്റെ പൊടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ക്യൂമിൻ സീഡ് മൊത്തത്തിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ബേ ലീഫും കൂടി ഇട്ട് ചെറുതായിട്ടൊരു 15 to 20 സെക്കൻഡ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നല്ല പൊടിയായി അരിഞ്ഞ ഒരു സവാളയും നിങ്ങളുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റിയെടുക്കണം. സവാളയെല്ലാം നല്ല ഗോൾഡൻ ബ്രൗൺ കളറായതിനു ശേഷം നമുക്കിതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, അവസാനമായിട്ട് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് ചെറിയ തീയിൽ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ 1-2 മിനിറ്റ് വഴറ്റി കൊടുക്കണം. ഈ സമയം നിങ്ങൾക്ക് ആവശ്യമുള്ള ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് 1.5 ടീസ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പൊടികളുടെ എല്ലാം പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന സവാളയും ടൊമാറ്റോ പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ നിന്ന് എണ്ണ സെപ്പറേറ്റായി വരുന്നത് വരെ ചെറിയ തീയിൽ ഇടവിട്ട് ഇളക്കി കൊടുക്കണം. എണ്ണ സെപ്പറേറ്റായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾക്ക് എത്ര കൺസിസ്റ്റൻസി വേണോ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ 3/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കൺസിസ്റ്റൻസി എല്ലാം അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഞാനതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മുടെ മെയിൻ താരം പനീർ. ഞാനിവിടെ 100 ഗ്രാം പനീർ ക്യൂബ്സ് ആക്കിയതാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് നമ്മുടെ ഈ ഗ്രേവിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് 3-4 മിനിറ്റ് ചെറിയ തീയിൽ കുക്ക് ചെയ്തെടുക്കാം. പനീർ ഇട്ട് കഴിഞ്ഞ് ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം പനീർ കുറച്ച് ഹാർഡാവുകയും അല്ലെങ്കിൽ പൊടിഞ്ഞു പോവുകയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് 5 മിനിറ്റിന് താഴെ കുക്ക് ചെയ്തെടുത്താൽ മതി.
ഇപ്പോൾ പനീറെല്ലാം നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെയ്യാൻ പോകുന്ന 2 സ്റ്റെപ്പ് ഓപ്ഷണലാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കസ്തൂരി മേത്തി റോസ്റ്റ് ചെയ്തത് കൈവച്ച് പൊടിച്ച് അതിൻ്റെ മുകളിലിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ കസ്തൂരി മേത്തിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരിത് ഉപയോഗിക്കേണ്ട കേട്ടോ. ഒരുപാട് പേർക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാനിത് എടുത്തെടുത്ത് പറയുന്നത്. പിന്നെ കുറച്ച് കൊറിയാൻഡർ ലീവ്സ്, മല്ലിച്ചെപ്പും കൂടെ നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഈ 2 സ്റ്റെപ്പ് ഓപ്ഷണലാണ്. ഇത് രണ്ടും നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ആഡ് ചെയ്യണ്ട. നമ്മൾ ഈ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന പനീർ ബട്ടർ മസാലയിൽ ശ്രദ്ധിച്ചിട്ടില്ലേ, പഞ്ചസാര ഉണ്ടാവും, ഒരു മധുരം ഉണ്ടാകും. അതുകൊണ്ട് ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ, അധികമൊന്നും ഇടുന്നില്ല, ഒരു 1/4 ടീസ്പൂൺ മാത്രം പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ നമ്മുടെ പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വേറൊരു വീഡിയോയുമായിട്ട് വേറൊരു റെസിപ്പിയായിട്ട് കാണാമേ. അപ്പോൾ ശരി, ബൈ.